ബാറ്ററികളിൽ C10 C5 എന്നൊക്കെ എഴുതി കാണാറുണ്ട്. പലപ്പോഴും നമുക്കത് എന്താണെന്ന് മനസ്സിലാകാറില്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ നമുക്കറിയാവുന്ന ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. ഇവിടെ ഒരു 100 ലിറ്ററിൻ്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നു. ആ ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് 20 mm തിക്നെസ് ഉള്ളൊരു പൈപ്പ് കൊടുത്തിരിക്കുന്നു. അതായത് ഒരു മണിക്കൂറിൽ 20 ലിറ്റർ വെള്ളം ആ ടാങ്കിലേക്ക് വീഴും എന്നർത്ഥം. ടാങ്കിൽ നിന്നും വെളിയിലേക്ക് വെള്ളം എടുക്കുന്നത് 10 mm പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു മണിക്കൂറിൽ 10 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകും എന്നർത്ഥം. ഈ ടാങ്കിൻ്റെ ഡിസ്ചാർജ് പൈപ്പ് കൊടുത്തിരിക്കുന്നത് 45 ലിറ്റർ വെള്ളം കൊള്ളുന്നതിൻ്റെ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ടാങ്കിൽ എല്ലായ്പ്പോഴും 45 ലിറ്റർ വെള്ളം ഉണ്ടാകും എന്നർത്ഥം. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, 100 ലിറ്റർ ടാങ്ക് ആണെങ്കിലും നമുക്ക് 55 ലിറ്റർ വെള്ളമേ പുറത്തേക്ക് ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു മണിക്കൂർ കൊണ്ട് 10 ലിറ്റർ വെള്ളം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അതായത് 55 ലിറ്റർ വെള്ളം ഒഴുകണമെങ്കിൽ ഒരു 5.5 മണിക്കൂർ വേണം എന്നർത്ഥം. ഈ ടാങ്കിന് സാധാരണഗതിയിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു മണിക്കൂറിൽ പുറത്തേക്ക് എടുക്കാവുന്ന വെള്ളത്തിൻ്റെ അളവ്, അതായത് ഡിസ്ചാർജ് കപ്പാസിറ്റി. ഇനി ഒരു മണിക്കൂറിൽ അകത്തേക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, അതായത് ഇൻപുട്ട് ഓർ ചാർജിങ് കപ്പാസിറ്റി. ആ ടാങ്കിൽ നിന്നും മൊത്തത്തിൽ വെളിയിലേക്ക് തരാവുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇവിടെ ഡിസ്ചാർജ് എന്നുള്ളത് ഒരു മണിക്കൂറിൽ 10 ലിറ്റർ, ചാർജിങ് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 20 ലിറ്റർ, ആ ടാങ്കിൻ്റെ സ്റ്റോറേജ് എന്നുള്ളത് 55 ലിറ്റർ. നമുക്കൊരു ബാറ്ററിയെ ഈ ടാങ്കിനോട് ബന്ധിപ്പിക്കാം. ഒരു മണിക്കൂറിൽ അകത്തേക്ക് കൊടുക്കുന്ന അളവിനെ ചാർജിങ് എന്നും പുറത്തേക്ക് എടുക്കുന്ന അളവിനെ ഡിസ്ചാർജിങ് എന്നും ബാറ്ററിയിൽ നിന്നും മൊത്തത്തിൽ എടുക്കാവുന്ന കപ്പാസിറ്റി, അതിനെ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്നും നമുക്ക് വിളിക്കാം. ഒരു 100 ലിറ്റർ ടാങ്ക് എന്നത് ഒരു 100 AH ബാറ്ററി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി എന്താണ് C10? C10 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജ് അറ്റ് സേഫസ്റ്റ് 10 hours. അതായത് 10 മണിക്കൂർ കൊണ്ട് ആ 100 AH ബാറ്ററി സുരക്ഷിതമായി അല്ലെങ്കിൽ കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാമെന്നർത്ഥം. അതായത് നമ്മളിപ്പം 10 മണിക്കൂർ കൊണ്ട് അതിൽ നിന്ന് 100 AH എടുക്കുക എന്ന അർത്ഥം. അതിൻ്റെ അർത്ഥം 10 മണിക്കൂറിന് പകരം 5 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 100 AH എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കുറയും, ലൈഫ് കുറയും, സൈക്കിൾ കുറയും. അതായത് അതിൽ നിന്നും സുരക്ഷിതമായി എടുക്കാവുന്ന അളവെന്ന് പറയുന്നത് 100 AH 10 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു മണിക്കൂറിൽ 10 ആംപിയർ. അപ്പോൾ ഡിസ്ചാർജിങ് ആംപിയർ എന്ന് പറയുന്നത് 10 ആംപിയർ. ഇനി ഡിസ്ചാർജിങ്ങിൻ്റെ വാട്ട്സ് നമ്മൾ കണക്കാക്കുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതായത് 10 ആംപിയർ ഇൻറ്റു ബാറ്ററിയുടെ 12 വോൾട്ട് ഈസിക്കൽ ടു 120 വാട്ട്സ്. ഇനി ബാറ്ററിയുടെ റേറ്റിംഗ് എന്താണെന്ന് നോക്കാം. പലപ്പോഴും റേറ്റിംഗ് നിങ്ങൾ കേട്ട് കാണില്ല. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ C10 എന്ന് പറയുന്നത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒന്നാണെന്നാണ് പറയണത്. എന്നാൽ അത് ശരിയല്ല. ചാർജിങ് റേറ്റിങ്ങും ഡിസ്ചാർജിങ് റേറ്റിങ്ങും രണ്ടാണ്. നമുക്ക് ചാർജിങ് അല്ലെങ്കിൽ റേറ്റിംഗ് എന്ന് അതെന്താണെന്ന് നോക്കാം. ഒരു C10 ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 20%. അതായത് 100 AH ബാറ്ററിയുടെ 20% എന്ന് പറയുമ്പോൾ 20 ആംപിയർ ചാർജിങ് കൊടുക്കാം. അതായത് ഒരു മണിക്കൂറിൽ 20%, അതായത് 20 ആംപിയർ വെച്ച് ചാർജ് ചെയ്യാം എന്നർത്ഥം. അപ്പോൾ ചാർജിങ് ആംപിയർ 20 ആംപിയർ, ചാർജിങ് വാട്ട്സ് നമ്മൾ കണക്ക് കൂട്ടുവാണെങ്കിൽ 20 ആംപിയർ ഇൻറ്റു 12 വോൾട്ട് 240 വാട്ട്സ്. ഇനി അതിൻ്റെ റേറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് DOD അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്നാണ്. നമ്മൾ ടാങ്കിൽ നിന്ന് മുഴുവൻ വെള്ളം എടുക്കാറില്ല. കാരണം താഴത്തെ അഴുക്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും താഴെ പൈപ്പ് കണക്ട് ചെയ്യാറില്ല. ഇതുപോലെ തന്നെ ബാറ്ററിയുടെ 45% മുകളിൽ നിന്ന് മാത്രമേ എടുക്കാവുള്ളൂ. അതായത് 100 AH ബാറ്ററിയിൽ എല്ലായ്പ്പോഴും 45 AH ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതായത് 55% എടുക്കാവൂ എന്നർത്ഥം. അതായത് 100 AH ബാറ്ററിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 55 AH. ഇപ്പോൾ നമുക്ക് ചാർജിങ് 20% കിട്ടി. ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് 10 മണിക്കൂർ കൊണ്ട് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൽ നമുക്ക് 10 ആംപിയർ എന്ന് കിട്ടി. ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 55% അല്ലെങ്കിൽ 55 AH എന്ന് കിട്ടി. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് പരിശീലനം കൊടുക്കുന്നു, അതുപോലെ തന്നെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.